പണവീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി നിശ്ചയിച്ചത് ഉൾപ്പെടുന്ന ധനബിൽ ഇതാ നിയമസഭയിൽ ഇപ്പോൾ അവതരിപ്പിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രി. ബില്ല് ഒളിച്ചുകടത്തലെന്നും പിന്നിൽ വൻ അഴിമതിയെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. ധനകാര്യ ബില്ല് സബ്ജക്ട് കമ്മിറ്റിക്ക് വിട്ടില്ല എന്ന് കാട്ടി KN ബാലഗോപാൽ ഉന്നയിച്ച ക്രമപ്രശ്നം സഭ തള്ളി. പ്രതിഷേധിച്ച പ്രതിപക്ഷം ധനബില്ലിലെ ചർച്ച ബഹിഷ്കരിച്ചു. ഇതുപോലെ സുപ്രധാനമായൊരു കാര്യം ഒരു പ്രത്യേക രീതിയിലുള്ള ഒളിച്ചു കടത്തൽ മാതിരി വരുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ആരും മനസ്സിലാക്കിയിട്ടില്ല. അത് മനസ്സിലാക്കിയപ്പോഴാണ് അതിനോട് വിയോജിപ്പ് ഞങ്ങൾ രേഖപ്പെടുത്തിയത്. നേരത്തെയുള്ള LDF സർക്കാരിന്റെ കാലത്ത് OT വൈൻ ഇവിടെ വ്യാപിപ്പിക്കുന്നതിനുള്ള ആലോചനകൾ ഉണ്ടായിരുന്നു എന്നുള്ളത് ശരിയാണ്. പക്ഷേ ആ കാര്യത്തിൽ അവസാന തീരുമാനത്തിലേക്ക് പോയിട്ടില്ല. ഇതാണ് ഇപ്പോൾ അട്ടിമറിച്ച് നമ്മുടെ രാജ്യത്തെ വലിയ മദ്യ കമ്പനികൾക്ക് ഇവിടെ ഇഷ്ടം പോലെ മദ്യമൊഴുക്കാനുള്ള അവസരമൊരുക്കുന്നത്. നിയമസഭയ്ക്ക് പുറത്ത് പ്രതിപക്ഷം പ്രതിഷേധിച്ചു. നികുതി ഇളവ് നടപ്പാക്കണമെന്ന മുഖ്യമന്ത്രിയുടെ കടുംപിടുത്തം ദുരൂഹമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ആരോപിച്ചു. മുന്നണിയിൽ പോലും ചർച്ച നടത്താതെയാണ് നാട്ടിൽ മദ്യമൊഴുക്കാനുള്ള തീരുമാനം സർക്കാർ എടുത്തതെന്നും പിണറായി വിജയൻ പറഞ്ഞു. നമ്മുടെ നാട്ടിന് ഏറ്റവും കൂടുതൽ ആപത്ത് വരുത്തത്തക്ക രീതിയിൽ മദ്യവ്യാപനത്തിനുള്ള അവസരമാണ് ഇവിടെ UDF സർക്കാർ ഒരുക്കുന്നത്. കനത്ത നികുതിയാണ് മദ്യത്തിനുമേൽ ചുമത്തിയിരിക്കുന്നത്. ഇപ്പോൾ ചെയ്തിരിക്കുന്നത് അങ്ങനെ ചുമത്തിയ മദ്യനികുതിയിൽ 130% ഇളവ് അനുവദിച്ചുകൊണ്ട് മദ്യവ്യാപനത്തിനുള്ള സൗകര്യമാണ് ഒരുക്കുന്നത്. എന്താണ് ഇത്ര ധൃതി? എന്തുകൊണ്ടാണ് ഇത്ര കടുംപിടുത്തം ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിയുടെ ഭാഗത്തുണ്ടായിരിക്കുന്നത്? ഏത് എതിർപ്പുണ്ടായാലും ഇത് നടപ്പാക്കണമെന്ന വാശിയിലാണ്. എന്താണ് ഇത്ര വലിയ നിർബന്ധത്തിനും വാശിക്കും ഇടയാക്കിയത്? അവിടെയാണ് അഴിമതിയുടെ പ്രശ്നം വരുന്നത്. ശ്രീ ബാലഗോപാൽ ഇവിടെ അവതരിപ്പിച്ച ലീഗൽ ഒബ്ജക്ഷനിൽ ചീഫ് മിനിസ്റ്റർ ഈ സഭയുടെ ചരിത്രത്തിൽ ഇതുവരെ ഫിനാൻസ് ബില്ല് സബ്ജക്ട് കമ്മിറ്റിക്ക് പോകാതെ വേവ് ചെയ്തിട്ടില്ല എന്നുള്ള ഒരു തെറ്റായ പരാമർശം നടത്തുകയുണ്ടായി. അദ്ദേഹം ധനകാര്യമന്ത്രിയായി ഏറ്റവും അവസാനം അവതരിപ്പിച്ച ബില്ലിൽ ധനകാര്യ ബില്ല് 2026 ഫെബ്രുവരി 24 അത് മുൻകൂട്ടി വച്ചിരുന്ന പിന്നീട് വച്ചിരുന്ന ധനകാര്യ ബില്ല് അത് പ്രീപോൺ ചെയ്ത് ഫെബ്രുവരി 24 സബ്ജക്ട് കമ്മിറ്റിക്ക് അയക്കുന്നത് വേവ് ചെയ്ത് സബ്ജക്ട് കമ്മിറ്റിക്ക് അയക്കാതെ ഈ ഫെബ്രുവരി 24 ഈ സഭ പാസാക്കിയ ഫിനാൻസ് ബില്ലാണ്. പാസാക്കിയ ആള് വന്നിട്ടാണ് ഇത് വേവ് ചെയ്യാൻ പാടില്ല, സബ്ജക്ട് കമ്മിറ്റിക്ക് പോകാൻ പാടില്ല എന്ന് പറയുന്നത്. സാർ എന്താണ് സാർ ഈ സഭയിൽ നടക്കുന്നത്? യെസ്, അപ്പോൾ റഹീസ് റഷീദ് നമുക്കൊപ്പം ചേരുകയാണ് വിവരങ്ങൾ നൽകാൻ. റഹീസ്, അപ്പോൾ ഈ നികുതി കുറച്ച ഒരു ധനബില്ല് മുഖ്യമന്ത്രി ഇന്ന് സഭയിൽ അവതരിപ്പിച്ചു. കൊണ്ടും കൊടുത്തും പരസ്പരം ഏറ്റുമുട്ടുന്ന ഭരണപക്ഷത്തെയും പ്രതിപക്ഷത്തെയും കണ്ടു. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും മുഖ്യമന്ത്രി VD സതീശനും നേർക്കുനേർ നിന്ന് സംസാരിക്കുന്ന നമ്മൾ കേട്ടു. ഒടുവിൽ സഭ പ്രതിപക്ഷം ബഹിഷ്കരിക്കുകയാണ്. കടുത്ത ആരോപണമാണ് പ്രതിപക്ഷ നേതാവ് ഉന്നയിക്കുന്നത്. പ്രത്യേക താല്പര്യം VD സതീശനുണ്ട്. ഇതിൽ അഴിമതിയുടെ കറ പുരണ്ടിട്ടുണ്ടോ എന്ന് സംശയമുണ്ട് എന്നുള്ള ആരോപണമാണ് ഇപ്പോൾ പ്രതിപക്ഷം ഉയർത്തുന്നത്. ഇനിയും പ്രതിഷേധം തുടരുമെന്ന് കൂടി പറയുന്നു. അപ്പോൾ എന്താണ് ഇന്ന് നിയമസഭയിൽ സംഭവിച്ചത് റഹീസ്? ഇനി ഈ ഒരു മദ്യത്തിന് നികുതി കുറച്ച ഈ ഒരു സംഭവത്തിൽ ഇനി മുന്നോട്ട് എന്താണ് സാധ്യത? ഷിഹാസ, ഫിനാൻസ് ബില്ല് അവതരിപ്പിക്കാൻ വേണ്ടി ധനകാര്യ വകുപ്പ് മന്ത്രി കൂടിയായ മുഖ്യമന്ത്രി VD സതീശൻ എഴുന്നേറ്റ സമയത്ത് തന്നെ പ്രതിപക്ഷത്ത് നിന്ന് KN ബാലഗോപാൽ ക്രമപ്രശ്നം ഉന്നയിച്ചു. അതായത് സബ്ജക്ട് കമ്മിറ്റിക്ക് വിടാതെ ബില്ല് സഭയിൽ കൊണ്ടുവന്നത് പാസ്സാക്കുന്നത് അംഗീകരിക്കാനാവില്ല, അതൊരു നടപടിക്രമങ്ങളുടെ വീഴ്ചയാണ്, സഭയെ തന്നെ അവഹേളിക്കുകയാണ് എന്ന നിലപാടാണ് KN ബാലഗോപാൽ എടുത്തത്. ഈ സമയത്ത് മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞത് നടപടിക്രമങ്ങൾ എല്ലാം തന്നെ പാലിച്ചിട്ടുണ്ട്, ഈ ബില്ല് സബ്ജക്ട് കമ്മിറ്റിക്ക് പോകേണ്ട കാര്യമില്ല. നിയമസഭയിലെ കാര്യോപദേശക സമിതി യോഗം ചേർന്ന സമയത്ത് പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള കക്ഷി നേതാക്കളെല്ലാം പങ്കെടുത്തതാണ്. ഒരു തരത്തിലുള്ള എതിർപ്പും അവിടെ ഉന്നയിക്കാതെ സഭയ്ക്കകത്ത് ബില്ല് അവതരിപ്പിക്കുന്ന സമയത്ത് ഉന്നയിക്കുന്നത് ശരിയല്ല, അതുകൊണ്ട് ഇതുമായി മുന്നോട്ട് പോവുകയാണ് എന്ന നിലപാടെടുത്തു. അതിനുശേഷം KN ബാലഗോപാലിന്റെ ക്രമപ്രശ്നം സഭ തള്ളിക്കളയുകയും ചെയ്തു. പിന്നീട് സംസാരിച്ച പിണറായി വിജയൻ വലിയ അഴിമതി എന്ന കഴിഞ്ഞ തവണ ഉന്നയിച്ച ആരോപണം ഉന്നയിച്ചു എന്ന് മാത്രമല്ല, നിയമസഭയിൽ ബില്ലായി കഴിഞ്ഞാൽ പോലും ഇത് നടപ്പാക്കില്ല, അതിനുശേഷം പ്രത്യേക വിജ്ഞാപനം ഇറക്കണം എന്ന് സർക്കാർ പറയുന്നത് വീണ്ടും അഴിമതി നടത്താനാണ്, മദ്യക്കമ്പനികളുമായി ബാർഗനിങ് നടത്താനാണ്. ബാർഗനിങ് നടത്തി തുക കിട്ടിയാൽ മാത്രം
വിജ്ഞാപനം ഇറക്കുക എന്ന നീക്കമാണ് നടത്തുന്നതെന്ന് പിണറായി വിജയനും KN ബാലഗോപാലും ഉന്നയിക്കുകയും ഒപ്പം അതിൽ പ്രതിഷേധിച്ച് സഭ ബഹിഷ്കരിച്ച് പുറത്തേക്ക് ഇറങ്ങുകയുമാണ്. ഈ സമ്മേളന കാലയളവിൽ ഒരിക്കൽ പോലും പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ച് പുറത്തേക്ക് വന്നിരുന്നില്ല. വോക്കൌട്ട് നടത്തി സഭയ്ക്കകത്ത് തന്നെ നിന്ന് തിരിച്ചു കയറുന്നതായിരുന്നു രീതി. പക്ഷേ ഇന്ന് പുറത്തേക്ക് വന്നു. പിണറായി വിജയന്റെ നേതൃത്വത്തിൽ തന്നെയാണ് പുറത്തേക്ക് വന്നത്. MLA-മാർ മുദ്രാവാക്യം വിളിച്ചു നിന്നു. അതിനുശേഷം മാധ്യമങ്ങളെ കണ്ട പിണറായി വിജയൻ ഇന്ന് സഭ അവസാനിക്കുകയാണെങ്കിലും സഭയ്ക്ക് പുറത്ത് ഈ വിഷയത്തിലുള്ള LDF-ന്റെയും CPIM-ന്റെയും പ്രതിഷേധം തുടരും എന്നാണ് പറഞ്ഞത്. ഷിഹാസ്. യെസ്, റഹീസ് റഷീദാണ് ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്.